യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യമാണ്. ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 38 വായിക്കാമോ പ്ലീസ്? നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ ആ മെസ്സേജിന് ഞാൻ കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. ക്രിസ്ത്യനാൻറ്റി തമിഴിൽ കൂടി ഒന്ന് വായിച്ചിരിക്കാമോ പ്ലീസ്? நீங்கள் பிரயாசப்பட்டு பயிரிட்டதை அறுக்க நான் உங்களை அனுப்பினேன். மற்றவர்கள் பிரயாசப்பட்டார்கள், അവர்களுடைய പ്രയാസത്തിൻ പലനെ നിങ്ങൾ പെറ്റീர்கள் என்றார். മതി, താങ്ക് യു. വളരെ ബെസ്റ്റ് വേർഡാണ് ഈ വാക്യം. വാസ്തവത്തിൽ ഞാനത് വൈകുന്നേരം വായിച്ച് ധ്യാനിച്ചപ്പോൾ ഒത്തിരി ചിന്തകൾ എൻ്റെ അകത്തുകൂടി പ്രവേശിച്ചു. പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനമെന്നാണ് എനിക്ക് ആ വചനം വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത്. അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്നൊരു വാക്കാണ്. പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനം. നമ്മൾ ഈ മാസം ആദ്യത്തെ മെസ്സേജ് തുടങ്ങിയത് പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം എന്ന സബ്ജക്റ്റാണ്, വാക്കാണ് തുടങ്ങിയത്. ഇതാ ഈ മാസം 3-ാം മാസം 31-ാം തീയതി പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനം, അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്നൊരു വാക്ക് നമുക്ക് ആ വാക്കിൽ കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ മെസ്സേജ് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ എല്ലാവരും ആ പ്രാർത്ഥനയിലേക്ക് നീങ്ങണം. കഴിയുന്നത്തോളം എല്ലാവരും സ്തോത്രം വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നല്ല വചനം കേൾക്കേണ്ട ആ മുഖഭാവത്തോടെ തന്നെ ഇരിക്കണം. ചില നെറ്റി കാണിക്കുന്നവരുണ്ട്, നെറ്റിയല്ല കാണിക്കണം, നല്ല മുഖം നന്നായിട്ട് കാണിച്ച് നല്ല സന്തോഷിക്കുക. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ചിലർ പറയുന്ന വാക്ക് വീഡിയോ ഓൺ ആണല്ലോ പാസ്റ്റേന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ മുഖവും ഭാവവും ഒക്കെ കാണണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വചനത്തിലേക്ക് നീങ്ങാം. പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനം. ഒന്നുകൂടി വായിക്കാമോ? വാക്യം ഒന്നുകൂടി വായിക്കണം ദയവായിട്ടൊന്ന് വായിക്കണമോ? വായിക്കാമോ? നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ. അടുത്ത വാക്യം. ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരധ്വാനിച്ച അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന വാക്ക്. തമിഴിൽ മറ്റാരോ പ്രയാസം പണി, വേറെ ആരോ ട്രൈ പണി, വേറാരോ അവർക്ക് തന്നെ தெரியாது ഇത് யாருக்கு വേണ്ടിയാണ് ഞാൻ പ്രയാസം പണ്ണുന്ന കാര്യം. ആണ്ടവൻ சொல்லி നീ പ്രയാസം പണ്ണ്, ഒരു ജപം പണ്ണുന്ന അവൻ കഷ്ടപ്പെടുന്ന വളരെ അഴുകുന്ന ഒരു വീട്ടുക്കുള്ള നിന്റെ പ്രയാസം പണിത അധ്വാനത്തെ കൊടുക്കണം. പ്രൈസ് ഗോഡ്. അവർ നമ്മൾ കണ്ടിട്ടില്ല, അവർ നമ്മൾ കേട്ടിട്ടില്ല, അവരെക്കുറിച്ച് നമുക്കൊരു അറിവുമില്ല, അവരെക്കുറിച്ച് നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നോ, അങ്ങനെ ഒരു വ്യക്തി കരുതുന്ന വ്യക്തി ഉണ്ടെന്നോ ഒരിക്കലും നമുക്ക് ഒരു ചിന്തയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ മാസം അവസാന ദിവസം പറയുന്നു, നാം അറിയാത്ത, നാം ചിന്തിക്കാത്ത ചില വ്യക്തികളെ ദൈവം നമുക്കായി, നമ്മുടെ തലമുറയ്ക്കായി പരിശുദ്ധാത്മാവ് നാമെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെ ഓർത്ത് ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ വിളിച്ച് പാസ്റ്റർ എന്നയ്ക്ക് പാസ്റ്റർ ഇങ്ങനെ രാജ്യത്ത് വരുവാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരാൻ ബ്രദർ, പാസ്റ്റർ വന്നിട്ട് വേണം സ്തോത്രം 2-3 മീറ്റിംഗ് ക്രമീകരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എന്നെ പറഞ്ഞു, വാക്ക് ഇനി പാസ്റ്റർ ഓടിത്തും പോകാൻ പാടില്ല, പാസ്റ്റർക്ക് വേണ്ടി ഞാൻ റൂം ക്രമീകരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പാസ്റ്റർ എത്ര മാസം ഈ രാജ്യത്തുണ്ടോ ആ രാജ്യത്ത് മൊത്തം താമസിക്കാൻ തക്കവണ്ണം ഞാൻ പാസ്റ്റർക്ക് വേണ്ടി ആ റൂമിനെ ശരിയാക്കി. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ആ പ്രിയ സഹോദരൻ തൻ്റെ ലക്ഷങ്ങൾ വില മുടക്കി ലോണെടുത്തും പ്രയാസപ്പെട്ടും വാങ്ങിയ വീടിൻ്റെ ഒരു റൂം പാസ്റ്റർക്ക് താമസിക്കാൻ വെച്ചിരിക്കുന്നുവെന്ന് ഒരു സുവിശേഷകനായ ഒരു കർത്താവ് ദാസ് എന്നോട് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ മാനസിക സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ബന്ധുവല്ല, എൻ്റെ ചാർച്ചക്കാരനല്ല, സ്തോത്രം ഞങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരന് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനക്കാരനല്ല, നമ്മുടെ ഭാഷക്കാരനല്ല. പക്ഷേ എന്നാൽ ഒരു കർത്താവിൻ്റെ വേലക്കാർ എന്നുള്ള പരിഗണനയിൽ അദ്ദേഹത്തിന് എന്നോട് കാണിച്ച ആ സ്നേഹത്തിൻ്റെ വിളി, ഒരു പ്രതീക്ഷിക്കാത്ത
ഒരു സന്തോഷ വാർത്തയായിരുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ, വിശ്വസ്തയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം നാം വിധേയപ്പെട്ട് കഴിഞ്ഞാൽ വാസ്തവത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ഗോഡ്. നിങ്ങൾ വാക്ക് വെച്ച് സന്തോഷിക്കണം. ഞാൻ ആ വാക്കിന് 1-2 പാർട്ട് മാത്രമേ ഇന്ന് രാത്രി പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ രാത്രി കിടക്കുമ്പോഴും നിങ്ങൾ ആ വാക്കിന് സ്തോത്രം പറയണം. നിങ്ങൾ അധ്വാനിക്കാത്ത, നിങ്ങൾ പ്രയാസപ്പെടാത്ത, നിങ്ങൾ കൈയോട് തൊടാത്ത, നിങ്ങൾ ഒരു കാരണവശാലും സ്വപ്നം കാണാത്ത ചില അവകാശങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ എൻട്രി ചെയ്യത്തക്കവണ്ണം വാതിലുകൾ ദൈവാത്മ തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ അത് അർഹതയില്ലാത്ത ചില അവകാശങ്ങളിലേക്ക് പരിശുദ്ധാത്മ പ്രവേശിപ്പിക്കാനുള്ള ദൈവം നിയോഗമാണെന്ന് ദൈവമക്കൾ ഈ രാത്രിയിൽ ഈ ദൂത് വെച്ച് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കണം. സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വിശ്വസ്ത ദൈവമാണ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയെ, പ്രതീക്ഷിക്കാത്ത മറ്റൊരു വ്യക്തി കാണുന്നു. നമുക്കറിയാം, യേശു എന്ന യഹൂദനായ വ്യക്തി, അവൻ ശമരിയ സ്ത്രീ എന്ന വ്യക്തി യേശുവിനെ അവൾ വെള്ളം കോരാൻ വന്ന കിണറ്റിന്റെ കരയിൽ വെച്ച് കാണുന്നു. അവിടെ തന്നെ നമുക്ക് വാക്ക് പറയാം, പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടലുകളാണ് സഹോദരാം. അവളൊരു വാക്ക് പറയും, നീ യഹൂദനാണ്, ഞാനൊരു ശമരിയ സ്ത്രീയാണ്. അപ്പൊ യഹൂദനും ശമരിയ സ്ത്രീക്കും തമ്മിൽ ശമരിക്കുന്ന ബന്ധമല്ല. തമ്പുരാൻ ആ വാക്ക് ക്ലാരിഫൈ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഇന്ന് രാത്രി ഒന്ന് വാക്കാം, പ്രതീക്ഷിക്കാത്ത ചില കണ്ടുമുട്ടലുകൾ. നമ്മുടെ ജാതിയല്ലായിരിക്കാം, നമ്മുടെ മതമല്ലായിരിക്കാം, നമ്മുടെ രാജ്യക്കാരിലല്ലായിരിക്കാം, നമ്മുടെ ബന്ധുവോ നമ്മുടെ ചാച്ചക്കാർ ഒരിക്കൽ പോലും നമുക്ക് സംസാരിപ്പാൻ യോഗ്യത പറ്റിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ ചില കണ്ടുമുട്ടലുകൾ, ദൈവത്തെ ചില എൻകൗണ്ടറുകൾ ദൈവാത്മാവ് ചെയ്യുമ്പോൾ അത് നമ്മോടുള്ള ദൈവത്തിന്റെ നീതിയെ ദൈവം പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ഒരുമിച്ച് കരമടിച്ച് പറയണം, ഞാൻ പ്രതീക്ഷിക്കാത്ത ചില വ്യത്യസ്ത സ്വഭാവമുള്ളവരെ, ചില പ്രയോജനപ്പെടുന്നവരെ ഞാൻ കണ്ടുമുട്ടുകയും അവരെ അനുഭവിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവർ ചെയ്യുന്ന ചില ഗുഡ് റിലേഷൻഷിപ്പ്, ചില നല്ല ബന്ധങ്ങളെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി തന്ന് നമ്മളെ പണിയാൻ, നമ്മെ ഉയർത്തുവാൻ, നമ്മെ ചേർത്തുവാൻ തക്കവണ്ണമുള്ള ചില ബന്ധങ്ങളെ, നല്ല ഗുഡ് റിലേഷൻഷിപ്പിനെ ദൈവാത്മാവ് തരുന്ന ആ വെളിപ്പാടിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിനകത്ത് 1 പ്രതീക്ഷിക്കാത്ത ചില കണ്ടുമുട്ടലുകൾ. ഒരിക്കലും 1000 തലമുറ വരെ ആലയത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റിയിട്ട ശമരിയരെ യഹൂദൻ എന്ന പറയുന്ന യേശു ആ ബന്ധത്തെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് 1000 തലമുറ വരെയുള്ള ആ കെട്ടിനെ പൊട്ടിച്ച് ദൈവം ഒറ്റ ദിവസം കൊണ്ട് പുനഃസ്ഥാപിക്കുന്ന വാക്കാണ്. ഒന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. പ്രതീക്ഷിക്കാത്ത ഒരു ചേർപ്പ് അവിടെ കാണുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ചിതറിപ്പോയതിനെയും കൈവിട്ടു പോയതിനെയും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നും ഒരിക്കലും ചേരാൻ പറ്റില്ലെന്നും ഒരിക്കലും ഇടഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് രാജ്യവും സമൂഹവും സമുദായവും ഒരുപോലെ ഭ്രഷ്ട് കൽപ്പിച്ച് വിധി പറഞ്ഞു മാറ്റിയിട്ട വിഷയങ്ങളെ പോലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് അത് കൂട്ടിച്ചേർത്തുവെങ്കിൽ ഈ രാത്രി പറയാം, നമ്മുടെ കർത്താവ് ആർക്ക് കടക്കാരനല്ല, അവൻ നമ്മെ ബന്ധിപ്പിച്ച് ഉയർത്തുന്ന ദൈവമാണ്. കരമുയർത്തി സ്തോത്രം പറയണം. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം സ്തോത്രം. അവിടെ 1-ാമത്തെ കാര്യം, നാം അധ്വാനിക്കാത്ത അധ്വാനത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുന്നു എന്ന വാക്കാണ്. നാം ആ വാക്കോർത്തോണം. കർത്താവേ, ഞാൻ അധ്വാനിക്കാത്ത, ഞാൻ കഷ്ടപ്പെടാത്ത, ഞാൻ ഉറക്കളിക്കാത്ത, ഞാൻ ബുദ്ധിമുട്ടാത്ത, ഞാൻ ഒരിക്കൽ പോലും ചെറു കൈ കൊണ്ട് പോലും ചെറുക്കുട്ടി വെല്ലുകൊണ്ട് പോലും അനക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത ചില നന്മയിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമെന്നൊരു വാക്ക് പറഞ്ഞാൽ അതിന് സന്തോഷത്തോടെ നമ്മൾ ഈ രാത്രി ദൂത് പറ സ്തോത്രം ചെയ്യണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ആ ഭാഗം വരുമ്പോൾ എനിക്ക് മറ്റ് 1-2 റെഫറൻസ് കൂടെ എനിക്കത് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. വായിക്കാമോ? പ്രോവർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് 16 സദസ്യവാക്യയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നീതിമൊഴികൾ അതിന് 18-ന്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും,
അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. ഓക്കെ, ആൻറ്റി തമിഴിലൊരു വാസിക്കുക ആൻറ്റി, എല്ലാ തമിഴിൽ കൂടെ ഒന്ന് കേൾക്കട്ടെ. സ്തോത്രം. ஒருவன் கொடுக்கும் வெகுமதி அவனுக்கு வழி உண்டாக்கி பெரியோர்களுக்கு முன்பாக அவனை கொண்டு போய்விடும். താങ്ക് യു. ആ വാക്ക് അവൻ കൊടുക്കുന്ന ബഹുമതി അല്ലേ? അവിടെ വാക്ക് തമിഴിൽ മലയാളത്ത് വാക്ക് ഒന്നൊരു വായിക്കാം. മലയാളത്ത് വായിച്ചാണ്ടി വായിച്ചു ഇപ്പുറത്ത് വായിച്ചു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവൻ എന്താണോ അങ്ങോട്ട് ചെയ്തുവോ, ഉണ്ടോ? അവൻ എന്താണോ അങ്ങോട്ട് ചെയ്തുവോ ആ ചെയ്യുന്ന അനുസരിച്ച് അവന് തിരിച്ചൊരു പ്രവേശനം കിട്ടും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാകുന്നവരൊന്ന് ആമേൻ പറയണം. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തുവോ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ. പ്രവേശിക്കണം എന്ന് നമുക്ക് ആഗ്രഹമാണ്. മറ്റൊരു വ്യക്തി നമ്മൾ അധ്വാനിക്കാത്തത് മറ്റൊരു വ്യക്തി അധ്വാനിച്ച അധ്വാനത്തിലേക്ക് നമ്മെ പ്രവേശിക്കണമെങ്കിൽ ഞാൻ ഒരു കൺഫ്യൂസ് ആകാൻ പാടില്ല. ഞാൻ എന്താണോ അങ്ങോട്ട് കാഴ്ചവെച്ചുവോ ആ കാഴ്ചവെച്ച ഗിഫ്റ്റ് എന്ന പദമാണ്. ഞാൻ ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തുവോ ആ ഗിഫ്റ്റ് അനുസരിച്ചായിരിക്കും എനിക്കൊരു എൻട്രി തന്നെ വാക്ക്. മനസ്സിലാകുന്നുണ്ടോ? വിത്ത് ആക്ഷൻ. നമ്മൾ ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തിക്കൊരു പ്രതിഫലമുണ്ടെന്നല്ല പുസ്തകം പറഞ്ഞ വാക്ക്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി അവൻ ഒന്ന് പ്രവേശിക്കുന്നുവെങ്കിൽ അവന് എൻട്രി കിട്ടുന്നുവെങ്കിൽ ആ എൻട്രിയുടെ പുറകിൽ അവൻ ചെയ്ത ഒരു പ്രവർത്തിക്കൊരു പ്രാധാന്യമുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്ക് ചില മക്കൾ ചില വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ ചില സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുത്തുവോ അതനുസരിച്ചാണ് എൻട്രി കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചെയ്യാത്ത കാലം അത്രയും നോ എൻട്രി. അവൻ നോ ഗിഫ്റ്റ് നോ എൻട്രി എന്ന് പറഞ്ഞാൽ മതി. യെസ്, അവൻ ഗീവ് ദ ഗിഫ്റ്റ് എൻട്രി. അവൻ ഞാനും കൂടി ഗിഫ്റ്റ് കൊടുത്തു, അവൻ എനിക്ക് എന്ത് ചെയ്തു? എൻട്രി കിട്ടി. അവൻ ഞാൻ കൊടുക്കാതെ ഒരിക്കൽ പോലും എനിക്കൊരു എൻട്രി കിട്ടാൻ സാധ്യതയില്ലെന്നല്ല വാക്കിന്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് കൊടുത്തവർക്ക് ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം നടത്തപ്പോൾ അവരെ മോക്കോ മോനോ ഒരു വ്യക്തി ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തിരിച്ച് ഈ കൊടുത്ത വ്യക്തിയുടെ കുടുംബത്തിനകത്തൊരു വിവാഹം വന്നപ്പോൾ തിരിച്ച് അതേ ഗിഫ്റ്റ് അതിന് ഫ്രിഡ്ജ് എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്തോ മനസ്സിലായി? നമുക്കറിയാമല്ലോ വാക്ക്. അപ്പോൾ എന്നോട് നമ്മുടെ ചർച്ച വിശ്വാസിക്ക് ഒരു വീട് ഡെഡിക്കേഷൻ ആയിരുന്നു. അദ്ദേഹം എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടി അദ്ദേഹം ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സന്തോഷം എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു AC മേടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഡെഡിക്കേഷൻ വന്നപ്പോൾ എൻ്റെ ചെവി എന്ന് പറഞ്ഞ വാക്ക്, പാസ്റ്റേ ഞാൻ പാസ്റ്ററിൻ്റെ ഒരു റൂമിൽ ഞാൻ മൊത്തം ഫർണിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താ പാസ്റ്റർ അഭിപ്രായം? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഇല്ല എങ്കിൽ ഞാൻ പാസ്റ്റർ ഗേറ്റ് ഇട്ട് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ അറിയാതെ കോൺട്രാക്റ്റുമായിട്ട് അദ്ദേഹം ടൈപ്പ് ചെയ്തു ഗേറ്റ് ഇട്ട് വന്നു. സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, പുള്ളിക്ക് ഞാൻ കൊടുത്ത ആ ഒരു ഗിഫ്റ്റിന് പുള്ളിക്ക് തിരിച്ചു തരാൻ താല്പര്യമായിരുന്നു. അപ്പോൾ ഓർത്തോണം, കൊടുക്കാതെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു എൻട്രി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആക്ഷന്, നമ്മുടെ പ്രവൃത്തിക്ക്, നമ്മുടെ മനോഭാവത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. 4-ാം മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചാൽ 3-ാമത്തെ മാസം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും 4-ാമത്തെ മാസം ദൈവം നമുക്ക് തന്നെ വാക്ക്. സ്വന്തം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മൾ ലെസ് എന്ന വാക്ക് കുറച്ചെങ്കിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ച് വിതച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ കൊയ്തിട്ടുള്ളൂ. നിറച്ച് വിതച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് നമുക്ക് കൊയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ വാക്ക് പറഞ്ഞ വാക്കാണ്. ഒരു വ്യക്തി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കാഴ്ചയ്ക്ക് കിട്ടിയത് ഒരു ഫസ്റ്റ് എൻട്രി, ഏറ്റവും ബെസ്റ്റ് എൻട്രി ആയിരുന്നു. ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയാം, ദൈവം ഒരു ബെസ്റ്റ് എൻട്രി നമുക്ക് വേണ്ടി അല്ല, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവമൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റും? കരം ഉയർത്തി നന്ദി പറയാമോ? പ്രൈസ് ഗോഡ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഞാനും ബീനയും മമ്മിയുമായിട്ട് ഒരു വിവാഹത്തിന് പോയി. വിവാഹത്തിന് ഞങ്ങൾ കാറിലാണ് പോയത്, ഞങ്ങളുടെ വണ്ടിയിൽ. അവർ വണ്ടി ഉപയോഗിച്ചില്ല. അപ്പോൾ നേരത്തെ ഞങ്ങളെത്തി. അപ്പോൾ ആ പെൺകുട്ടിയുടെ ചർച്ച അവർ IPCക്കാരായിരുന്നു. അപ്പോൾ ആ ചർച്ചിൻ്റെ ആ സെൻറ്ററിൻ്റെ
വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സെക്രട്ടറിയും വൈസ് പ്രസിഡൻ്റൊക്കെ എൻ്റെ ജൂനിയറെ പഠിച്ച വ്യക്തിയാണ്, മറ്റൊന്ന് എൻ്റെ ഫ്രണ്ടാണ്. അവർ സഭയിൽ പല പ്രാവശ്യം ശുശ്രൂഷിക്കാൻ പോയതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് ആ പാസ്റ്ററും തൻ്റെ വൈഫും പറഞ്ഞു, പാസ്റ്റർക്ക് എന്നെ അറിയാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മുഖഭാവം മറന്നുപോയി. ഒരു പ്രാവശ്യം പാസ്റ്റർ സഭയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, വർഷം മുമ്പാണ്. അപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ്, ഞങ്ങൾ പാസ്റ്റർ ബൈബിൾ കോളേജ് 95 പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പാസ്റ്റർ സൺഡേ സ്കൂൾ നടത്തി. ആ സൺഡേ സ്കൂൾ നടത്തുന്ന സമയത്ത് എൻ്റെ മമ്മിക്ക് പപ്പയ്ക്കും പാസ്റ്ററോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മറന്നുപോയി. ഞാനത് പറയുമ്പോൾ ഞാൻ സോറി ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അവിടെ കോഴി ഉണ്ടായിരുന്നു. ആ കോഴി പാസ്റ്റർക്ക് വേണ്ടി ഒരു മോനെന്നുള്ള നില അമ്മ അംഗീകരിച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങി പാസ്റ്റർക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് പാസ്റ്ററോട് ഭയങ്കര കയ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരാതെ ഈ പാസ്റ്റർക്ക്, ഞങ്ങൾ പാസ്റ്ററല്ല, ബൈബിൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ആഴ്ച തോറും മുട്ട മാറ്റി വെച്ച് എനിക്ക് പുഴുങ്ങി തരാറുണ്ട്. അപ്പോൾ എന്നാൽ പറഞ്ഞ വാക്ക് അന്ന് എനിക്ക് കയ്പായിരുന്നു. ഇന്ന് ഞാനൊരു പാസ്റ്ററിൻ്റെ വൈഫാണ്, ഞാൻ ഒരു സെൻറ്ററിൻ്റെ സെക്രട്ടറിയുടെ വൈഫ് കൂടിയാണ്. ഇന്ന് ഞാൻ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഒരു മുട്ടയല്ല പാസ്റ്ററെ, 100 കണക്കിന് മുട്ട, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് ആഹാരം കഴിക്കാൻ തക്കവണ്ണ നിലയിൽ എനിക്ക് ദൈവം വഴി ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നോക്കണമേ, ആർക്ക് എന്ത് കൊടുത്തോ ആ കൊടുത്തനുസരിച്ച് തിരിച്ച് ദൈവം മറുവരുമെന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ, അങ്ങനൊരു പ്രവേശനം ദൈവാത്മാ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ഇന്നലകളിൽ നാം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ഒന്നുകൂടി പറയാം, ഒരു പ്രവേശനം ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തീർന്നില്ല, അടുത്ത 2ാമത്തെ കണ്ണിയിൽ വാക്ക് പറയുന്നു, മഹാത്മാരുടെ സന്നിധിയിൽ. ആ വാക്ക് അവിടെ നല്ലൊരു വേട് അവിടെ കൊടുത്തിരിക്കുന്നത് നന്നായി ശ്രദ്ധിക്കുന്ന വാക്കാണെന്ന് പറഞ്ഞത് ഏറ്റവും പ്രസിദ്ധന്മാരെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ ജയിച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പറയുന്നൊരു പറച്ചിലാണ്, ഞാൻ സഞ്ജു സാംസന്റെ കൂടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തിനടുത്ത് സെൽഫി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് വാല്യൂ ഉള്ള കാര്യമാണ്. ഇതുപോലെ ഏതെങ്കിലും മഹാത്മാരുടെ അടുത്തു നിന്നൊരു ഫോട്ടോ എടുക്കാമെങ്കിൽ അപ്പോൾ അവർക്ക് അത്രമാത്രം ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുന്നുവെങ്കിൽ ഈ രാത്രി ദൈവം ഒരു മഹാത്മാവിൻ്റെ കൂടെ പ്രസിദ്ധന്മാരുടെ അടുക്കലേക്ക് ഒരു എൻട്രി തന്ന് കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ അത് ദൈവം തന്ന എൻട്രിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ശ്രേഷ്ഠമാണ്. ഈ ദൂത് ഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാമോ? ആ ഒരു വെളിപ്പാട് കണ്ടൊരു സ്തോത്രം പറയാമോ? പ്രസിദ്ധന്മാരുടെ മുമ്പിൽ നിർത്തുമെന്നാണ് ദൈവം ഒരു എൻട്രി തന്നിട്ട് പറഞ്ഞോർത്തത്. അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ, പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി, പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനം തന്നിട്ട് ദൈവം കൊണ്ട് നിർത്തുന്നത് മഹാത്മാരുടെ മുമ്പിലാണ്. യേശുവിന്റെ നാമത്തിൽ ഉടരഘടക സൗഡമധരാധനാജനകക്ഷ ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് തൈലം പൂശി തന്നെ കൊണ്ടെത്തിച്ചത് ഫറവോന്റെ മുമ്പിലാണ്. തൻ്റെ പ്രതീക്ഷ തൻ്റെ ചിന്ത അപ്സെറ്റായി പോയി. ഞാൻ ആരെ മുമ്പ് നിൽക്കുന്ന സാധാരണ ഒരു പശുപാലകനായ ഒരു കൃഷിക്കാരനായ ഒരു അപ്പന്റെ മകനായ എനിക്ക് ഈ വലിയ മനുഷ്യന് നിൽക്കാതൊക്കെ എനിക്ക് പറ്റുമോ? ശ്രദ്ധിക്കൂ, ദാനിയേൽ ഒരു സാധാരണ പ്രാർത്ഥനക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പ് നിൽക്കുന്ന നിൽപ്പ് കാണാൻ നോക്കൂ. ഒരിക്കൽ പോലും അങ്ങനെ ഒരു വലിയൊരു മനുഷ്യന് മുമ്പ് നിൽക്കാൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. എന്നാൽ ദൈവമായിട്ട് നിർത്തി ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, 2026 4ാമത്തെ മാസം ദൈവം പ്രവേശിക്കുന്നുവെങ്കിൽ ആത്മാവിനെ പ്രവേശിച്ചു പറയുന്നു, നമുക്കൊരു എൻട്രി തരുന്നുണ്ട്. ചില രാജ്യങ്ങളുടെ എൻട്രി തരുന്നുണ്ട്, ചില രാജാക്കൾ നിൽക്കുന്ന എൻട്രി തരുന്നുണ്ട്, ചില പ്രഭുക്കന്മാർ മുമ്പ് നിൽക്കാതെ എൻട്രി തരുന്നുണ്ട്, ചില പ്രസിദ്ധന്മാർ മുമ്പ് നിൽക്കുന്ന എൻട്രി തരുന്നുണ്ട്. അവരുമായിട്ട് വേദി പങ്കിടത്തക്കവണ്ണമെങ്കിൽ ദൈവം വലിയ അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിൽ ആ കുടുംബത്തിനകത്ത് നിറവേറട്ടെ. ആ കുടുംബത്തിലെ ദൂത് ഇറങ്ങട്ടെ. ആ കുടുംബത്തിനകത്ത് ആ രാജ്യങ്ങളിലേക്ക് പ്രവേശനങ്ങൾ, ആ രാജാക്കം നിൽക്കുന്ന പ്രവേശനങ്ങൾ, ഉടൻ അത്ഭുതങ്ങൾ സംഭവിക്കത്തക്കവണ്ണമുള്ള വിശേഷ നന്മകൾ ദൈവം തരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനം, പ്രതീക്ഷിക്കാതെ മഹാത്മാവിൽ നിൽക്കുന്ന നിപ്പിനെ ദൈവാത്മാ ഇന്ന് രാത്രി തരുമ്പോൾ ആത്മാവ് ഇടപെടുന്നു. ആമേ, നമ്മെ ദൈവാത്മാവ് പ്രസിദ്ധനാക്കി മാറ്റാൻ, ദൈവത്തിന് നമ്മെ 10 പേർ അറിയത്തക്കവണ്ണ നിലയിൽ നമ്മെ അവിടെ ഉയർത്തുവാൻ സമയമായെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. സന്തോഷത്തോടെ ആ വെളിപ്പാട് സ്വീകരിക്കാമോ? നമ്മുടെ കർത്താവ് വിശ്വസ്തതയുമാണ്. കർത്താവ് ആർക്കും കടക്കാരനതയുമല്ല. യെശയ്യാപ്രവാചക പുസ്തകം 60-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? യെശയ്യാപ്രവാചക പുസ്തകം 60-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. അത് നോക്കണം. ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് ജാതി സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എപ്പോഴും തുറന്നിരിക്കുന്നു. അതൊരു പ്രാർത്ഥനയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചുള്ള ഒരു വാക്കാണ്. അങ്ങനെയെങ്കിൽ രാത്രിയും പകലും ഒരുപോലെ വായടയ്ക്കാതെ ഹൃദയമടയ്ക്കാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായിട്ട് ജാഗരിക്കുന്ന ദൈവമക്കളോട് പറഞ്ഞ വാക്കാണ്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി രാജാക്കന്മാരെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുമെന്നാണ്. സ്തോത്രം. വാക്കോർത്തോണം. അങ്ങോട്ടും പ്രവേശനമാണ്, ഇങ്ങോട്ടും പ്രവേശനമാണ്. അതെ, ദാവീദ് രാജാവ് സ്തോത്രം ഓബേദിന്റെ വീട്ടിൽ വന്ന് ഹോണിബെല്ല് അടിച്ചു. ഓബേദ് ഹോണിബെല്ല് അടിച്ച് പെട്ടെന്ന് ഡോർ തുറന്ന് നോക്കിയപ്പോൾ രാജാവ്, ഇസ്രായേൽ 2ാമത്തെ രാജാവ് ദാവീദിക്കുന്നു. സർ 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 യജമാനെ, എന്തു പറ്റി പ്രഭാതത്തിൽ എൻ്റെ അടുക്ക വരാൻ? ഞാനത് യോഗ്യനല്ലല്ലോ, എനിക്ക് അതിന് അർഹതയില്ല എൻ്റെ വീട്ടിൽ പഠിക്കൽ വരാൻ. ദാവീദ് പറഞ്ഞു, ഇന്ന് നിന്റെ വീട്ടിന്റെ മുമ്പിൽ വരാൻ എനിക്ക് പറ്റി. അത് സർവശക്ത ദൈവം മുന്നമേ പ്ലാൻ ചെയ്ത തന്റെ പ്രോഗ്രാം ഷെഡ്യൂളിനകത്തുണ്ടായിരുന്നതാണ്. രാവും പകലും ആരും അറിയാതെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രോത്സാഹന നിലയിൽ, ഒരു മോട്ടിവേഷൻ നിലയിൽ ഞാൻ ദൂതനെ കൽപ്പിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ദൈവ തുറക്കും. അത് നമ്മുടെ വീട്ടിന് മുമ്പിൽ തന്നെ അത് ദൈവാത്മ കൊണ്ടുവരുമെങ്കിൽ നമ്മുടെ കർത്താവ് വിശ്വസ്ത ദൈവമാണ്. പ്രൈസ് ഗോഡ്. 3 മാസം കൊണ്ട് അവന്റെ വീട്ടിനെ അനുഗ്രഹിച്ചില്ലേ? പ്രതീക്ഷിക്കാതെ അവനെ പെട്ടെന്ന് കയറ്റിവെച്ച്. സ്തോത്രം. ദൈവം മാനിച്ചില്ലേ? പറ, ഡേറ്റ് വെച്ച് പറ, അടുത്ത 3 മാസം എനിക്ക് നിർണായ മാസമാണ്. അങ്ങനെ പറഞ്ഞു നോക്ക്. പച്ചയ്ക്ക് വെളിപ്പാട് പറ, അടുത്ത 3 മാസം എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്, അനുഗ്രഹിക്കേണ്ട മാസങ്ങളാണ്. അടുത്ത 3 മാസം എൻ്റെ ജീവിതത്തിൽ മേൽ കൊയ്ത്തിന്റെ മാസമാണ്. അടുത്ത 3 മാസം ജീവിതത്തിൽ മേൽ നേട്ടങ്ങൾ വരുന്ന മാസമാണ് എന്ന് പ്രവചിച്ചു പറ, വെളിപ്പാട് കണ്ടു പറ. കർത്താവ് പ്രതീക്ഷിക്കാത്ത വാതിലുകൾ, പ്രതീക്ഷിക്കാത്ത ചില ദൈവിക പ്രവേശനങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില അംഗീകാരങ്ങൾ ദൈവം അടുത്ത 3 മാസം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ദൈവം വരുത്തുമെന്ന് ദൈവാത്മാവിൽ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ആ ദൂത് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തന്നെ വിശ്വാസത്തോടെ ആ വാക്ക് പറഞ്ഞു നോക്കി. ദൈവാത്മാവ് നമുക്ക് വേണ്ടി തരുന്ന ആ ദൈവ നിയോഗത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് കരമടിച്ച് ആത്മാവിൽ പറയാമോ? യേശുവിന്റെ നാമത്തിൽ thank you Lord, thank you Lord. receive in the name of Jesus. കർത്താവേ, ഞങ്ങൾ അതിന് സ്വീകരിച്ച് സ്തോത്രവും ആമേൻ പറയുന്നു. പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ അടുത്ത ചില മാസം കൊണ്ട് ദൈവം എൻ്റെ കുടുംബത്തെ തന്ന് എൻ്റെ ശൂന്യത മാറ്റും. ശ്രദ്ധിച്ച്, നമ്മൾ ആരാണ്? രാജാവ് ആരാണ്? വചനം പറഞ്ഞു, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കിരിക്കുന്നു. അല്ലെ, രാജാവിന് ഹൃദയം നീർത്തോട് കണക്കിരിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടുത്തേക്ക് അത് എന്ത് ചെയ്തു? തുറക്കുന്നു. അപ്പോൾ അത്രയും രാജാവായ മഹാദൈവം നമുക്ക് വേണ്ടി തന്റെ ഹൃദയം തുറന്നാൽ, എസ്തറേ, നിന്റെ കാര്യം പറ,
എസ്തർ അതിൻ്റെ കാര്യം പറ, എന്ത് വേണമെങ്കിൽ തരാൻ ഞാൻ വില്ലിങ് ആണ് എന്ന് പറയത്തക്കവണ്ണ നിലയിൽ ദൈവം നമുക്ക് ചില ചോയ്സസുകൾ ചില ചോയ്സ് ഒരുക്കി തരുമെങ്കിൽ ആത്മകർത്താവ് ചില ചോയ്സുകൾ ഒരുക്കി തരും. നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള നിലയിൽ ദൈവാത്മാ ചില വാഗ്ദത്തങ്ങൾ നമുക്കത് ഒരുക്കി തരുമെങ്കിൽ കരം ഉയർത്തി കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ തലമുറയ്ക്ക് വേണ്ടി ചില ഡിസൈഡ് ചെയ്യുന്ന ചില ഡിസിഷൻ എടുക്കുന്ന ചില ദിവസങ്ങൾ ഉടമശലാദന ചില തീരുമാനം എടുക്കുന്ന നിലവാരത്തിൽ ചില ഡിസിഷനുകൾക്ക് ക്രമീകരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് പ്രവേശിപ്പിക്കുന്നു, മഹാത്മാരുത്തുന്നു, രാജാക്കന്മാരുദിക്കുന്നു. ആ 60-ാം അധ്യായം തന്നെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പോകാം. 16-ാമത്തെ വാക്യം വായിച്ചു തരാമോ? 16-ാമത്തെ വാക്യം 16. നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്നെ വീണ്ടെടുക്കുവാനെന്നും നീ അറിയും. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ, കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ രാജഭോജനം കഴിക്കുമെന്നൊരു വാക്ക് വന്നുവെങ്കിൽ അത് പ്രതീക്ഷിക്കാത്തൊരു എൻട്രി അല്ലേ? മനസ്സിലാകുന്നുണ്ട്? എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഒരു സ്വത്രം പറയണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ആത്മാവിൽ അല്പസം അന്യഭാഷ പറഞ്ഞ് നൃത്തം ചവിട്ടി ആരാധിക്കാമായിരുന്നു. ആ ഒരു അന്തരീക്ഷം തന്നെ എൻ്റെ അകത്ത് കത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഒരു നേരത്തെ ആഹാരം നന്നായിട്ട് കഴിപ്പാൻ അല്ലെങ്കിൽ ഒരു നല്ല മിഷ്ടാന്ന ഭോജനം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. പക്ഷെ ഇന്ന് പറയുന്ന ഒരു രാജാക്കന്മാരുടെ ഭോജനം, രാജാവിൻ്റെ കൊട്ടാരത്തിൽ എൻട്രി, രാജാവ് കഴിക്കുന്ന ആഹാരം, രാജഭോജനം എന്നിത്യാദി വിശിഷ്ട നന്മകളെ കൊണ്ട് ദൈവം ചെയ്യുമെങ്കിൽ അർത്ഥം പ്രതീക്ഷിക്കാത്തൊരു എൻട്രി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ. ഇതൊരു പൊട്ട ദൂതല്ല ഞാൻ പറയുന്ന വാക്ക്, ഇതൊരു മോഹന വാഗ്ദാനം പറഞ്ഞ വാക്കുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ പറയുന്ന ഒരു ആശയമല്ല, വാക്കിന്റെ കസർത്തല്ല ഞാൻ പറഞ്ഞ വാക്ക്. ദൈവം എനിക്കുന്ന നിയോഗമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, അത് എന്നോട് സംസാരിക്കുന്നു. രാജഭോജനത്താലും വിശിഷ്ട നന്മകളാലും ദൈവം മാനിക്കുന്ന നിലയിൽ നാം ഒരിക്കൽ കണ്ണുനീരിനും നാം അനുഭവിച്ച വേദനയ്ക്ക് ദൈവ തക്കതായ പ്രതിഫലം ദൈവം തന്ന് ദൈവം മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ ഇടപെടേണ്ട ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും കർത്താവെ ജീവിപ്പിക്കണമേ. കർത്താവ് വിശ്വസ്തനാണ് കേട്ടോ. ദൈവാത്മാവ് അത്ഭുത കർത്താവ് ചെയ്യുന്നു. അതുകൊണ്ട് ഗൗരവത്തോടെ ഈ ദൂത് വെച്ച് ദൈവം അത്ഭുതത്തിലാകട്ടെ. വായിക്കാൻ നമുക്ക് ചില ആത്മീക ചിന്ത കൂടി നമുക്ക് ചിന്തിക്കാം. എഫേസ്യ 2:18 വാക്യം വായിക്കാമോ? എഫേസ്യ 2:18 വായിക്കാമോ? 2:18 വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. യഹോവ വിത്ത് ജീസസ്, അവൻ മുഖാന്തരം. അപ്പൊ ഇവിടെ പ്രവേശിപ്പിക്കുന്നത് മനുഷ്യനല്ല, സ്വയ ഇഷ്ടത്താൽ പ്രവേശിക്കാനും പറ്റില്ല. അവനാൽ, ക്രിസ്തുവിനാൽ പിതാവിങ്കിലേക്കുള്ള നിത്യതയ്ക്കുള്ള സന്തോഷത്തേക്കുള്ള പ്രവേശനം. അപ്പോൾ നമുക്ക് ഈ പെർമിഷൻ തന്നത്, ആ ഡോർ ഓപ്പൺ ചെയ്ത് തന്നത് സ്വർഗസ്ഥനായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ്. അവങ്കിലേക്ക്, പിതാവെങ്കിലേക്ക്, വാഗ്ദത്തത്തിലേക്ക്, നിത്യയിലേക്ക്, ദൈവിക പ്രത്യാശയിലേക്ക് നമുക്കൊരു വാതിൽ തുറന്നു തന്നത് സ്വർഗത്തിലും ദാവീദിന്റെ താക്കോൽ, അല്ലെങ്കിൽ യഹൂദയുടെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ താക്കോൽ പിടിച്ചിരിക്കുന്ന എൻ്റെ യേശുവാണ്. താക്കോൽ കൈവച്ചിരിക്കുന്ന അവനാണ് നമുക്കായി തുറന്ന് എൻട്രി ചെയ്യുന്ന സ്വത്രം. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ ദൂത് സംസാരിക്കുന്നു. വിത്ത് ജീസസ്, ക്രിസ്തുവിനാൽ, അവൻ മുഖാന്തരം എനിക്ക് വേണ്ടി പിതാവിങ്കിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിലേക്ക് ഒരു പ്രവേശനം. ആ പ്രവേശനം എന്ന് പറഞ്ഞത് അവിടെ മന്ത്രവാദിക്കോ ശകുനവാദിക്കോ ആഭിചാരന്മാർക്കോ മത്സരിക്കോ ശുദ്രപ്രയോഗത്തിനോ അമ്പലക്കെട്ടിനോ ആൽത്തറക്കെട്ടിനോ ശൂന്യതയ്ക്കോ ഒന്നും അങ്ങോട്ട് പറ്റത്തില്ല. അവിടെ ഫിൽട്ടർ ചെയ്താ കയറ്റുന്നത്. അവിടെ വാഗ്ദത്തമുള്ളവരെ മാത്രമേ യേശു കയറ്റത്തുള്ളൂ. സ്വതന്ത്രം അത് എല്ലാവരും കയറ്റത്തില്ല. അപ്പൊ അവിടെ ഒത്തിരി ഫിൽട്ടർ ചെയ്താ കയറ്റുന്ന വാക്ക്. അപ്പോൾ യേശു മുഖാന്തരമാണ് പിതാവിങ്കിലേക്കുള്ള പ്രവേശനം ദൈവം തരുന്നുവെങ്കിൽ
ഇവിടെ നമ്മെ പ്രവേശിപ്പിക്കുന്ന യേശുവാണെങ്കിൽ യേശുവിൻ്റെ പ്രവേശന നിമിത്തം, യേശു നിമിത്തം പ്രവേശിക്കുന്ന നിമിത്തം നമുക്കുണ്ടാകുന്ന ശ്രേഷ്ഠത ലോങ് ലൈഫ്, ലോങ് എന്ന വാക്തത്വം, ദീർഘവർഷങ്ങൾ നിലനിൽക്കുന്ന ഉയർച്ചയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നു. താൽക്കാലികമല്ല, അത് സ്ഥിരമായ ഒരു ഉയർച്ചയാണ്. അതാണ് ആ ഭാഗം. ഇനി രണ്ടാമത്തെ ആശയം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 1 വേഴ്സ് 9, 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു തരാമോ? 1:9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും മതി ആന്റി. ആ വാക്ക് പൗലോസ് പറഞ്ഞ വാക്കാണ്. തെസ്സലോനിക്കയിൽ ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു. ഒരിക്കലും തെസ്സലോനിക്കയിൽ അങ്ങനെ പ്രവേശനം ലഭിക്കുമെന്ന് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ പോലും ഓർത്തില്ല. പക്ഷേ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ട ഒരു ലൂപ്പ് ഹോള് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഞാനൊരു പ്രവചനം പറയട്ടെ. ഇവിടെ നമുക്കൊരു ആത്മാവിൽ ദൂത് പറക്കണം. കുഞ്ഞെ, നീ എങ്ങനെ കുഞ്ഞെ അവിടെ എത്തി? നിനക്കെങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? എങ്ങനെ ആ ഒരു അവകാശം കിട്ടിയെന്ന് മറ്റൊരു വ്യക്തി നമ്മളോട് അതിശയത ചോദിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം, അത് കർത്താവിൽ കൂടിയുള്ള പ്രവേശനമാണ്. ഞാൻ പോലും അറിഞ്ഞില്ല. അത് അങ്ങനൊരു അന്തരീക്ഷം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പം ആ പ്രവേശനം ക്രിസ്തുവിൽ കൂടി പ്രവേശനമാണ്. അതാണ് അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്ന വാക്ക് ഞാൻ ഓർപ്പിച്ച വാക്ക്. അപ്പം പൗലോസ് പറയുന്നു, ഞങ്ങൾക്കും അറിയത്തില്ല ഈ തെസ്സലോനിക്കകത്ത് എങ്ങനെ പ്രവേശിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ദൈവ ചില വ്യക്തികളെ ഞങ്ങൾ അറിയാതെ, ഞങ്ങൾ മുഖം പോലെ കാണാത്ത നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവൊരുക്കി വെച്ചിരുന്നു. ഈ പൗലോസ് കൊരിന്തിൽ സുവിശേഷം പണിക്ക് പോകുമ്പോൾ പൗലോസിന് ഒരു എത്തുപിടിയില്ല. കാര്യം ഇന്നാണെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ജിയോഗ്രാഫി എടുത്ത് അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചറെല്ലാം നമുക്ക് പഠിക്കാം. പക്ഷെ അന്ന് അങ്ങനെ സംവിധാനമില്ലായിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ വലിയധികം ഭാരത്തോടു കൂടിയാണ് കൊരിന്തിലേക്ക് പോയത്. പക്ഷെ അങ്ങനെ പുള്ളി അല്പം മാനുഷ്യ ബുദ്ധിയിൽ അല്പം ഒരു ഭാരത്തോടു കൂടിയാണ് പോയത്. പക്ഷെ ഒരു കാര്യം, അവിടെ പോയപ്പോഴാണ് 6 മാസം മുമ്പേ, പൗലോസ് കൊരിന്തിലെത്തുന്നതിൻ്റെ 6 മാസത്തേക്ക് മുമ്പേ ഒരു അക്വിലാവും ഒരു പ്രിസ്കില്ലയും അവിടെ ഉപജീവന മാർഗത്തിനോട് പോയി. അപ്പോൾ അവർക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയില്ല, ഞങ്ങൾക്കൊരു മെസ്സേജ് കേൾക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊരു വെളിപ്പാട്, ഒരു റെവലേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗൈഡ് തരാൻ ആരുമില്ല. കാര്യം കൊരിന്ത് വിശ്വാസികളല്ലോ. അവിടെ മൊത്തം അർത്തമീസ് എന്ന പൈശാചിക കെട്ടിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വേറൊരു മുഖമാണ്. പ്രത്യേകിച്ച് അവിടെ സംസ്കാരം നമുക്കറിയാം, വലിയ മോശമായ അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വ്യഭിചാരികളെ കൊണ്ട്, പാപം കൊണ്ട്, അധർമ്മം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ആരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റത്തില്ല. അപ്പോൾ ആ അക്വിലാവ് പ്രിസ്കില്ലയുടെ പ്രാർത്ഥനയുടെ 6-ാമത്തെ മാസം പ്രതീക്ഷിക്കാതെ പൗലോസിനെ കണ്ടുമുട്ടി. ശ്രദ്ധിക്കണമേ. അപ്പോൾ പൗലോസിന് സംശയം, അതെങ്ങനെ പോകും, ആര് ആഹാരം തരും, ആര് ഉറക്കും, ആര് വെള്ളം തരും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതേ പ്രാർത്ഥന വിഷയം തന്നെ, ഞങ്ങൾക്കൊരു ആത്മീക പോഷണം ആര് തരും, ഞങ്ങൾക്കൊരു വെളിപ്പാട് ആര് തരും എന്ന് ഈ അക്വിലാവിന് പ്രിസ്കില്ലയ്ക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു കണ്ടുമുട്ടലുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ച് പറയാൻ കേട്ടോ. നമുക്ക് തോന്നും ഞങ്ങളെ ഒരു പ്രസിദ്ധനല്ല, ഞങ്ങൾ ആരാ, ഞങ്ങൾ ഏത് കുടുംബക്കാരാ, ഞങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ അഡ്രസ് ഇല്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് ചിരിച്ച് അട്ടഹസിക്കുന്ന വ്യക്തി 100 പേര് കാണുമായിരിക്കാം. പക്ഷെ ഓർത്തോളം നമ്മളെപ്പോലെ ഭാഗ്യവന്മാർ, നമുക്ക് ലഭിക്കുന്ന അംഗീകാരം, നമ്മെ ദൈവാത്മാവ് ഉയർത്താൻ തക്കവണ്ണം നാം അറിയാത്ത വ്യക്തികളെ ദൈവം നമുക്ക് ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവിടെയാണ് ഇന്ന് രാത്രി ഞാൻ എടുത്ത മെസ്സേജിന്റെ ശക്തി തെളിയിക്കാമെന്ന വാക്ക് ആത്മാവ് ഞാൻ പറയുന്നു. നമ്മൾ കാണാത്ത ചില മുഖത്തെ, നമ്മൾ കാണാത്ത വ്യക്തികളെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് നിങ്ങളിൽ എങ്ങനെയുള്ളൊരു പ്രവേശനം ലഭിച്ചുവെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയാം, പക്ഷെ പണ്ടറിയത്തില്ല. പക്ഷെ വിത്ത് ജീസസ്, ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്കത് സാധ്യമാകത്തും. ഞാൻ ആത്മാവ് പറയാം,
നമ്മൾ സൈന്യാധിപനായ കർത്താവ് നമ്മുടെ കൂടെയുള്ള കാലം അത്രയും എത്ര തടസ്സങ്ങൾ, എത്ര തടകൾ, എത്ര ബോണ്ടേജസുകൾ, എന്തെല്ലാം ബില്ലുശൂല്യ കെട്ടുകൾ, എന്തെല്ലാം മന്ത്രവാദ കെട്ടുകൾ ആരൊക്കെ ചെയ്ത് നമ്മൾ ഉയർത്താതെ വണ്ണമുള്ള പദ്ധതികൾ മൊത്തം തയ്യാറാക്കിയാലും ഞാൻ പരിശുദ്ധാത്മാവ് പറയാം, ദൈവം ഓപ്പൺ ചെയ്ത മേഖലയെ, ദൈവം പ്ലാൻ ചെയ്ത മേഖലയെ സർവ്വ സൈന്യാധിപനായ കർത്താവ് നമുക്ക് യുദ്ധം ചെയ്ത് നമ്മെ ആ ഭാഗത്ത് എത്തിക്കുമെന്ന് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞാൽ ഈ രാത്രി സന്തോഷം പറയാം. എന്റെ ദൈവം ആർക്ക് കടക്കാനല്ല, ദൈവം ആ ഡെസ്റ്റിനേഷനില്, ആ പൊസിഷനില്, ആ മേഖലയിൽ റൈറ്റ് ടൈം ആകുമ്പോൾ പ്രവേശിപ്പിച്ച് എൻട്രി ആക്കി കർത്താവ് കൊണ്ടെത്തിക്കുമെങ്കിൽ ആമെ തടയാ ആർക്ക് പറ്റും? ആർക്ക് തടയാൻ പറ്റില്ല. എന്റെ മെസ്സേജിന്റെ അവസാനത്തിന് വാക്കുകൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം, 2 Peter chapter 1:11 ദയവായിട്ട് ഒന്ന് വായിച്ചിടാമോ? 2 പത്രോസ് 1:11. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യ രാജ്യത്തിന്റെ പ്രവേശനം കർത്താവ് ധാരാളമായി പ്രാപിക്കും. ഓക്കെ, ഞാൻ എന്ത് ഭൗതിക വിഷയം പറഞ്ഞാലും എനിക്കതിനേക്കാൾ ഏറ്റവും നല്ലത്, നമുക്കും അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നിത്യ രാജ്യം എന്നുള്ള ആ കൺസെപ്റ്റാണ്. വാസ്തവത്തിൽ പത്രോസ് പറയുന്ന വാക്കാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യരാജ്യത്ത് പ്രവേശനമുണ്ട്. അത് ധാരാളമായി ക്രിസ്തുവിൽ കൂടി പ്രാപിക്കാൻ പറ്റും. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില അംഗീകാരം വേണം, ചില നന്മകൾ വേണം. ആര് മുമ്പിലും കൈ നീട്ടാതെ, ആര് മുമ്പിലും തല കുനിയാതെ നിൽക്കണം. അത് നിർബന്ധമാണ്, അല്ലേ? സ്വതന്ത്രം ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ഓരോ നിർബന്ധം. നമ്മുടെ വ്യക്തിത്വം ആരുടെ മുമ്പിൽ വിൽക്കാൻ തക്ക താല്പര്യമുള്ളവരല്ല. നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കൽ പോലും വിൽക്കാൻ തക്കവണ്ണം താല്പര്യമില്ല. അതുകൊണ്ടാണ് യൂദൻ ലേഖനത്തിൽ പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിനെ പോലെ അഭക്തനാകല്ലേ. നോക്കണം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ വചനം എനിക്ക് കിട്ടിയതിൻ്റെ അന്ന് മുതൽ ഇന്നല്ല, വർഷം മുമ്പായിട്ട് നിയോഗമില്ല ഒരു ചായ പോലും കുടിക്കാറില്ല. ആരുടെ വീട്ടിൽ പോയി ഫുഡ് പോലും കഴിക്കാറില്ല. അസൂയം കുശുമ്പോൾ അടുക്കൽ പോലും എത്തത്തില്ല. ഒരു മുട്ടായി പോലും മേടിച്ച് കഴിക്കും. ഇന്നും ഞാൻ സൂക്ഷിക്കാറുണ്ട് സ്വത്ര. കാര്യം ഒരിക്കൽ പോലും നമ്മളെ വ്യക്തിത്വം ആഹാരത്തിൽ കൂടെ ആരും വിധിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്കും അത് തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം വിറ്റ് കളിക്കാൻ ഒരിക്കൽ പോലും നമ്മൾ താല്പര്യപ്പെടാറില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവം നമുക്ക് എന്ത് ഭൗതിക നന്മ തന്നാലും അത് താൽക്കാലികം എന്ന വാക്കാണ്. നിത്യം എന്നൊരു പദം ഈ ഭൂമിയെക്കുറിച്ച് പറയുന്നില്ല. ഉയർച്ച എന്നാലും നിത്യം എന്ന് പറയുന്നില്ല. അപ്പം എന്നാൽ ഈ ഭൂമി താമസിക്കുമ്പോൾ ആടുമ്പോൾ തലകുനിയരുത്. പൗലോസ് പറയുന്നു, നിങ്ങൾ അധ്വാനിച്ച് ജീവിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. ഞാൻ തുറന്നു പറയാൻ കേട്ടോ, എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ. എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പല കാര്യങ്ങൾ തൂക്കാൻ തുടയ്ക്കാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ആര് വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നത് മാനിയാണ്, അല്ലേ? അപ്പം അത് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ വേർപ്പിൻ്റെ മണത്തോടു കൂടെ അല്പം ആഹാരം കഴിക്കുമ്പോൾ പോലെ എന്താന്ന് ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റ് വ്യത്യാസമാണ്. അതിന് ഏത് ടേസ്റ്റ് കൂടി അധ്വാനിച്ച് തിന്നുന്ന ടേസ്റ്റും അധ്വാനിക്കാതെ തിന്നുന്ന ടേസ്റ്റും തമ്മിൽ രണ്ടാണെന്ന് നമുക്കറിയാം. ബൈബിളും പറയുന്നു, നമുക്ക് വ്യക്തിപരം അനുഭവിക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ വാക്കാകുന്നു, നമുക്ക് ഈ ഭൂമിയിൽ ആടെ മുമ്പ് തലകുനിയാതെ നിൽക്കണം. അത് നിർബന്ധമാണ്. എന്നാൽ അത് താൽക്കാലികം എന്ന ടെമ്പററി എന്ന വാക്കാണ് അവിടെ കൊണ്ട് ഉദ്ദേശിച്ച വാക്ക്. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, നിങ്ങൾക്കൊരു പ്രവേശനം ക്രിസ്തു തരും. അത് നിത്യരാജ്യമായ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനമാണ്. അപ്പം നമ്മുടെ കണ്ണടയുമ്പോൾ നാം കണ്ണ് തുറക്കേണ്ട സ്ഥലം എന്ന് പറയും ദൈവരാജ്യമാണ്, ദൈവ നിത്യരാജ്യമാണ്. അവിടത്തേക്കുള്ള പ്രവേശനമാണ് ഭയങ്കരമായ പ്രവേശനം. ഞാൻ നേരത്തെ പദം ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് കയറ്റുകയാണ്. ഇതൊരു വല്ലാത്ത ഫിൽട്ടർ ആയിരിക്കും ഇവിടുത്തെ പ്രവേശനം, അല്ലേ? സ്തോത്ര. നമ്മൾ ഇപ്പോൾ ഒരു രാജ്യത്ത് പോയി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ
എയർപോർട്ടിനകത്ത് എന്തെല്ലാം ചെക്കിംഗ് ഉണ്ടല്ലേ. അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി എന്തെല്ലാം സാധനം കൊണ്ട് എന്തെങ്കിലും ഒരു മുട്ടുസൂചിയോ ഏതെങ്കിലും സാധനം കിടക്കുകയാണെങ്കിൽ ക്ലിക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു. ആ ഒരു ദിവസം മൊത്തം മെനക്കെടായിരുന്നു. അപ്പോൾ നമ്മൾ അടുക്കി പറക്കി കൊണ്ടുപോകുന്ന സാധനമല്ല വലിച്ചു പൊലങ്ങി തരുന്ന സന്ദേശം കണ്ടു കഴിഞ്ഞാൽ ഞാനതുകൊണ്ട് ചില സമയത്തൊക്കെ ബെൽറ്റൊന്നും ഇടാതെ ആയിരിക്കും ഞാൻ കയറിപ്പോകുന്ന സ്വത്രം. കാര്യം ഒരു 3-4 പ്രാവശ്യം ബെൽറ്റ് ഇടണം, വീണ്ടും കൂട്ടിക്കെട്ടണം. വല്ല അടുത്ത ഫ്ലൈറ്റ് കയറണമെങ്കിൽ ഇത് വലിച്ചിടാൻ നിൽക്കുമോ ഫ്ലൈറ്റ് കയറാൻ ഓടാം സ്വത്ര. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ എന്ത് ചെയ്യത്തില്ല, ഈ ബെൽറ്റ് ഉപയോഗിക്കാറില്ല സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ട്. ഭയങ്കര പരിശോധന കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ സ്വർഗരാജ്യത്തിൽ അങ്ങനെയല്ല. അതിനേക്കാളും എന്ന് പറഞ്ഞാൽ ഒരു തലമുടി നാര് പോലും സ്കാൻ ചെയ്ത് ആയിരിക്കും അങ്ങനത്തെ ഉള്ള പ്രവേശന സ്വതന്ത്രം പിടികിട്ടിയ മനസ്സിലാകുന്ന സ്വതന്ത്രം ചെയ്യണം. നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ എല്ലാ 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 കാര്യങ്ങളും നന്നായിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ തൃപ്തനാണ് എന്ന് കർത്താവിന് തോന്നിയെങ്കിലേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും സ്വതന്ത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ കണ്ട വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറഞ്ഞ വാക്ക്, ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയിരുന്നു. എന്ന് കാര്യം അറിയാമോ? പണ്ട് യോഹന്നാൻ തൊട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് എപ്പോഴും ഇരുന്ന പുള്ളി ഇപ്പോൾ വെളിപ്പാട് 13-ാമത്തെ വാക്യം മുതൽ അടുക്കലെത്താൻ പറ്റില്ല. കാര്യം അവൻ്റെ മുഖം സൂര്യനെ പോലെ ഇരിക്കുന്നു, അവൻ്റെ കാലും അവൻ്റെ ദേഹം മൊത്തം വെള്ളോട്ട് സദൃശമുള്ള കാലുപോലെ ചുട്ടുപറ്റിരിക്കുന്നു. അപ്പോഴാണ് യോഹന്നാന് പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. പുള്ളി ഓർത്ത് പോയി കെട്ടിപ്പിടിക്കാം, പഴയതുപോലെ അടുത്ത് പോയിരിക്കാം എന്നൊക്കെയാണ്. പക്ഷേ തൻ്റെ ചിന്തയ്ക്ക് 1000 മടങ്ങ് വ്യത്യാസമായിരുന്നു ഇപ്പോൾ കണ്ട യേശുവിൻ്റെ വ്യത്യാസം. ഇന്ന് രാത്രി ഞാൻ പറയാം, അത്രയ്ക്ക് വെള്ളയായ, അത്രയ്ക്ക് വിശുദ്ധനായ പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പോഴെങ്കിൽ ഇവിടത്തേക്കുള്ള പ്രവേശനത്തിന് അനുവാദം കർത്താവ് തന്നെങ്കിൽ പറ്റൂ. എൻ്റെ ഭൗതിക വിഷയത്തിന് മെസ്സേജിനെക്കാളും ഞാൻ ഈ വാക്കിനോട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലാണ് നാം അങ്ങേറ്റത്തേക്ക് പ്രവേശനത്തിന് വേണ്ടി ഇവിടെ കയറി വാ എന്ന് സ്വർഗത്തിന് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ ഡോറാണ് ഏറ്റവും ഫാന്റാസ്റ്റിക് ഡോർ. സ്വന്തം ആ ഡോറിലേക്ക് പ്രവേശനമാണ് തമിഴിൽ പറഞ്ഞാൽ എതിർ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വാക്ക്, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മേഖല. ആ രാജ്യത്തിൽ പ്രവേശനം നമുക്ക് ഏറ്റവും വേണ്ടേ. അവിടത്തേക്കല്ലേ നാം പോകേണ്ട മേഖല. അതുകൊണ്ട് 1 തെസ്സലോനിക്കർ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ മധ്യാകാശം ഇറങ്ങിവരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവശേഷിക്കുന്ന നാം അവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരെ മേഘെടുക്കപ്പെടുമ്പോൾ എന്ന ഈ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരാൻ തക്കവണ്ണം സദാശം ഒരുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യപ്രവേശനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവേശനം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന, ആൻറ്റി രക്ഷിക്കപ്പെട്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു. അപ്പം ഞാൻ പറയില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എപ്പോൾ രക്ഷിക്കപ്പെടുന്നത്? സ്വർഗത്തിലെത്തുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. വാക്ക് പരിശോധന അവിടെ പോയിട്ട് നമുക്ക് ശ്വാസം നേരെ പോകത്തുള്ളൂ. ഇതുവരെ നമ്മൾ വിയർപ്പൂട്ടിയാണ് ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞു ഞരങ്ങിക്കൊണ്ട് ജീവിക്കുന്നു. എന്നാൽ അവിടെ പോകുമ്പോഴാണ് നമ്മൾ ഞരക്കമെല്ലാം മാറുന്ന സമയം. ഇവിടെ ഒത്തിരി ഇറിറ്റേഷൻസ് ഉണ്ട്, രാവും പകലും ഒക്കെ ഇറിറ്റേഷനിലാണ്. പക്ഷേ സ്വർഗത്ത് പോയാൽ നമുക്ക് ഇറിറ്റേഷൻ ഇല്ല. അവിടെ പിതാവ് ദൈവം, പുത്രൻ യേശു, പരിശുദ്ധ ദൈവം, അസംഖ്യ ദൂതന്മാർ, വിശുദ്ധന്മാരായ കോടിക്കണക്കിന് വിശുദ്ധന്മാർ. ആ രാജ്യത്തിൽ പ്രവേശനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠ പ്രവേശനം. അവിടത്തേക്ക് നമുക്ക് പ്രവേശിക്കണം. അതിനു മുമ്പിൽ ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കേണ്ട എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം പ്രാപിച്ച് നിന്ദകൾ മാറ്റി, ശൂന്യത മാറ്റി, തകർച്ചകൾ മാറ്റി നമ്മെ വിശേഷതകളാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? നമുക്ക് അവന് മുമ്പാകെ സമർപ്പിക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ കർത്താവിന് സമർപ്പിക്കുക.